ഈ 16-ാമത്തെയും 18-ാമത്തെയും ഈ ക്വസ്റ്റ്യന് അകത്ത് 4 ഫുൾ മാർക്കും തന്നിട്ടുണ്ട്. അതൊന്നും ഈ പുറത്തെ കോളത്തിൽ എനിക്ക് ബ്ലാങ്ക് ആയിട്ടാണ് ഇട്ടേക്കുന്നത്. അതൊന്നും ഇവിടെ കൂട്ടിയിട്ടില്ല. അതും കൂടെ കൂട്ടുമ്പോൾ എനിക്ക് 76 മാർക്കോളം ഉണ്ട്. ഇവിടെ ഇട്ടേക്കുന്ന 61 മാർക്കാണ്. പിന്നെ ലാസ്റ്റ് ചെയ്തേക്കണ 8-ാമത്തെ ക്വസ്റ്റ്യന് നോക്കി ശരി ഇട്ടിട്ടുണ്ട്, പക്ഷെ 1 മാർക്ക് പോലും തന്നിട്ടില്ല. ഇത്രയും ഉത്തരവാദിത്തത്തോടെ ഇരിക്കുന്ന ടീച്ചേഴ്സ് ഇങ്ങനെയാണോ പേപ്പർ നോക്കേണ്ടത്? ഒരു കുട്ടിയുടെ ഭാവി വെച്ചാണോ കളിക്കേണ്ടത്? ഇവിടെ കൂട്ടിയപ്പോൾ 33 മാർക്കുണ്ട്, പക്ഷെ ഈ കൂട്ടി എഴുതിയിരിക്കുന്ന 30 മാർക്കാണ്. ടോട്ടൽ 76 മാർക്കുണ്ട് എനിക്ക്. SSLC മൂല്യനിർണ്ണയത്തിലെ പിഴവ് ആറ്റിങ്ങലിൽ വിദ്യാർത്ഥിനിയുടെ തുടർ പഠനം തടസ്സപ്പെട്ടു. ആറ്റിങ്ങൽ ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥിനിയും ചിറയൻകീഴ് പാലകുന്ന് ആറ്റിത്തറ വീട്ടിൽ ശ്രീജ സുരേഷ് ദമ്പതികളുടെ മകൾ അനന്യയ്ക്കാണ് SSLC മൂല്യനിർണ്ണയത്തിലെ ഗുരുതര പിഴവ് മൂലം ഫുൾ A+ നഷ്ടമായത്. ഈ 16-ാമത്തെയും 18-ാമത്തെയും പിന്നെ ഈ ക്വസ്റ്റ്യന് അകത്ത് 4 ഫുൾ മാർക്കും തന്നിട്ടുണ്ട്. അതൊന്നും ഈ പുറത്തെ കോളത്തിൽ എനിക്ക് ബ്ലാങ്ക് ആയിട്ടാണ് ഇട്ടേക്കുന്നത്. അതൊന്നും ഇവിടെ കൂട്ടിയിട്ടില്ല. അതും കൂടെ കൂട്ടുമ്പോൾ എനിക്ക് 76 മാർക്കോളം ഉണ്ട്. ഇവിടെ ഇട്ടേക്കുന്ന 61 മാർക്കാണ്. പിന്നെ ലാസ്റ്റ് ചെയ്തേക്കണ 8-ാമത്തെ ക്വസ്റ്റ്യന് നോക്കി ശരി ഇട്ടിട്ടുണ്ട്, പക്ഷെ 1 മാർക്ക് പോലും തന്നിട്ടില്ല. ഇവിടെ കൂട്ടിയപ്പോൾ 33 മാർക്കുണ്ട്, പക്ഷെ ഈ കൂട്ടി എഴുതിയിരിക്കുന്ന 30 മാർക്കാണ്. ടോട്ടൽ 76 മാർക്കുണ്ട് എനിക്ക്. പഠനത്തിൽ മിടുക്കിയും വിവിധ സ്കോളർഷിപ്പുകളിലും മത്സര പരീക്ഷകളിലും ശ്രദ്ധേയമായ വിജയം അനന്യ നേടിയിരുന്നു. SSLC മോഡൽ പരീക്ഷയിൽ അനന്യയ്ക്ക് എല്ലാ വിഷയങ്ങൾക്കും A+ ലഭിച്ചിരുന്നു. എന്നാൽ മാർച്ചിൽ നടന്ന 2024 SSLC പരീക്ഷയിൽ അനന്യയ്ക്ക് സാമൂഹ്യശാസ്ത്രത്തിന് മാത്രം A+ ലഭിച്ചില്ല. പരീക്ഷ നല്ലതുപോലെ എഴുതിയ അനന്യയ്ക്ക് A+ ലഭിക്കുമെന്ന ആത്മവിശ്വാസവും ഉണ്ടായിരുന്നു. പുനർമൂല്യനിർണ്ണയത്തിലും ഗ്രേഡിന് മാറ്റമൊന്നും ഉണ്ടായില്ല. തുടർന്ന് ഉത്തരക്കടലാസിന്റെ പകർപ്പെടുത്ത് പരിശോധിച്ചപ്പോഴാണ് മൂല്യനിർണ്ണയത്തിലുണ്ടായ ഗുരുതരമായ വീഴ്ച വെളിവായത്. മോള് 10ാം ക്ലാസ് പരീക്ഷ എഴുതിയിട്ട് നിൽക്കുകയായിരുന്നു. അതിന് മോക്കെന്ന് വെച്ചാൽ മോള് നന്നായിട്ട് പഠിക്കുന്ന ഒരു കുട്ടിയാണ്. അവൾക്ക് എല്ലാത്തിനും ഫുൾ A+ ആണ് ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷേ റിസൾട്ട് വന്നപ്പോഴത്തേക്ക് മോക്ക് 9 A+ഉം 1 A ആണ് കിട്ടിയത്. അപ്പോൾ കുട്ടിക്ക് ഭയങ്കര മനോവിഷമമായിരുന്നു. A+ കിട്ടാത്തതിൽ 10 നമ്മൾ A+ പ്രതീക്ഷിച്ചതാണ്. അപ്പോഴേ നമ്മുടെ SS വന്നപ്പോഴത്തേക്കും A+ ഇല്ല, A ആണ് വന്നത്. കുട്ടിക്ക് ഭയങ്കര വിഷമമായിരുന്നു. കാരണം മോഡൽ എക്സാമിനും നമുക്കിപ്പോൾ തൊട്ട് മുന്നേ മോഡൽ എക്സാം നടന്നതിനും 80-ൽ 78 മാർക്ക് വാങ്ങിച്ച കുട്ടിയാണ്. നന്നായിട്ട് പഠിക്കുള്ളൂ, സ്കോളർഷിപ്പോടുകൂടി പഠിക്കുന്ന കുട്ടിയാണ്. സാറന്മാരും ഒക്കെ ഒരു പ്രതീക്ഷയായിരുന്നു അവിടെ. അപ്പം റിസൾട്ട് വന്നപ്പോഴത്തേക്ക് സാറന്മാർക്കൊക്കെ ഭയങ്കര വിഷമമായിപ്പോയി. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുൾ A+ വാങ്ങിക്കേണ്ട ഒരു പ്രതീക്ഷയുള്ള കുട്ടിക്ക് ഇത്രയും മാർക്ക് കുറഞ്ഞപ്പോഴത്തേക്ക് ഭയങ്കര സങ്കടമായി. ഞങ്ങളങ്ങനെ റീവാലുവേഷൻ കൊടുത്ത് പേപ്പർ എടുപ്പിച്ച്, റീവാലുവേഷൻ വന്നപ്പോൾ നോ ചേഞ്ച് ആണ് കാണിച്ചത്. പക്ഷെ പേപ്പർ എടുപ്പിച്ചപ്പോഴത്തേക്ക് പേപ്പറിൽ മോക്ക് 61 മാർക്ക് ഇട്ടേക്കണ്, അകത്ത് 76 മാർക്കുണ്ട് മോക്ക്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രണ്ടിൽ മാർക്ക് കൂട്ടിയിട്ടേക്കണതിൽ തന്നെ തെറ്റ്, അകത്ത് മോക്ക് എല്ലാത്തിനും മാർക്ക് ഇട്ടേക്കണത് എല്ലാം പുറത്ത് കാണിച്ചിട്ടില്ല. അങ്ങനെ ഒരുപാട് മിസ്റ്റേക്ക് പേപ്പറിൽ. വളരെ കെയർലെസ് ആയിട്ടാണ് പേപ്പർ നോക്കിയേക്കുന്നത് തന്നെ. ഇങ്ങനെ ഇത്രയും ഉത്തരവാദിത്തത്തോടെ ഇരിക്കുന്ന ടീച്ചേഴ്സ് ഇങ്ങനെയാണോ പേപ്പർ നോക്കേണ്ടത്? ഒരു കുട്ടിയുടെ ഭാവി വെച്ചാണോ കളിക്കേണ്ടത്? ഇത് നമുക്ക് നല്ല രീതിയിലുള്ള വിഷമമാണ്. കുട്ടിക്ക് ഭയങ്കരമായിട്ട് കുട്ടി മാനസികമായിട്ട് തളർന്ന ഒരു നിലയിലായിരുന്നു. ഞങ്ങളെ കുടുംബം മൊത്തം എല്ലാവർക്കും ആ റിസൾട്ട് വന്ന ദിവസം സന്തോഷം ഉണ്ടാകുമ്പോൾ ഞങ്ങളെ വീട്ടിൽ കരച്ചിലായിരുന്നു. എന്ന് വെച്ചാൽ അത്രയും സങ്കടം ഉണ്ടായിരുന്നു. കുട്ടി ഭയങ്കര മനോവിഷമത്തിലായിരുന്നു. ഇത് സംബന്ധിച്ച് പരീക്ഷാ സെക്രട്ടറി, വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി എന്നിവർക്ക് പരാതി നൽകി കാത്തിരിക്കുകയാണ് അനന്യയും കുടുംബവും. അലോട്ട്മെന്റ് ഒക്കെ കഴിഞ്ഞപ്പോൾ നമുക്ക് ട്രയൽ തൊട്ട് 3rd അലോട്ട്മെന്റ് വരെ ആലങ്കോട് സ്കൂളാണ് കിട്ടിയത്. നമുക്ക് ആറ്റിങ്ങയായിരുന്നു നമ്മുടെ പ്രതീക്ഷിച്ചിരുന്നത്. നമുക്ക് ഇവിടെ നിന്ന് ആറ്റിങ്ങയായിരുന്നു സൗകര്യവും. ഇപ്പൊ ഇത്രയും നല്ല ദൂരത്തിൽ കുട്ടി ആലങ്കോട് സ്കൂളിൽ പോയി പഠിക്കേണ്ട ഒരു അവസ്ഥയാണ് വന്നിരിക്കുന്നത്. നമ്മൾ ഈ റിവാലുവേഷനിൽ ഈ ഗുരുതരമായ വീഴ്ചയെ തുടർന്ന് ഞാൻ പരീക്ഷാ ഭവനിൽ പരാതി കൊടുത്തിട്ടുണ്ട്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്കും ഒക്കെ പരാതി കൊടുത്തിട്ടുണ്ട്. വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിക്കും പരാതി കൊടുത്തിട്ടുണ്ട്. ഇതിൽ എന്തെങ്കിലും തീരുമാനം ഉണ്ടാവുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ഇനിയിപ്പോൾ മോക്ക് ആറ്റിങ്ങൽ സ്കൂളിൽ കിട്ടാൻ എന്തെങ്കിലും വഴിയുണ്ടോ എന്ന് അറിയില്ല. ഞങ്ങൾ എന്തായാലും ആലങ്കോട് സ്കൂളിൽ കുട്ടിക്ക് അഡ്മിഷൻ ആയിരിക്കുകയാണ്. അത് വല്ലാത്തൊരു വിഷമമാണ്. ഇനിയിപ്പം വേറെ ആറ്റിങ്ങൽ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ആലങ്കോട് സ്കൂളിലെങ്കിലും കുട്ടിയെ പഠിപ്പിച്ചല്ലേ പറ്റുള്ളൂ. ഇതിനൊക്കെ നമ്മൾ ഈ പരാതി കൊടുത്തതിൽ എന്തെങ്കിലും ഒരു തീരുമാനം ഉണ്ടാവുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. തലസ്ഥാന വാർത്തകൾ, ചിറയൻകീഴ്. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത്
നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് ചാരുത പകരാൻ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള LED ലൈറ്റുകളുടെയും ബ്രാൻഡഡ് ഇലക്ട്രിക്കൽ, പ്ലംബിംഗ്, സാനിറ്ററി ഫിറ്റിംഗ്സുകളുടെയും വമ്പൻ ശ്രേണി ഒരുക്കി CS ഏജൻസീസ് ആൻഡ് ഇലക്ട്രിക്കൽസ്. മാമം പാലത്തിന് സമീപം, പാലമൂട്, ആറ്റിങ്ങൽ. ഫോൺ 9349636108 702552331. CS ഏജൻസീസ് ആൻഡ് ഇലക്ട്രിക്കൽസ്, മാമം പാലത്തിന് സമീപം, പാലമൂട്, ആറ്റിങ്ങൽ. അറേബ്യൻ ഫാഷൻ ജ്വല്ലറി, ആലങ്ങോട്, പോത്തൻകോട്, ആറ്റിങ്ങൽ. അതിരുകളില്ലാത്ത ആത്മബന്ധം.